സാർ, ഈ സെയ്ഫ് അലി ഖാനുമായി ഉണ്ടായ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കേൾക്കുന്നതിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു സ്ത്രീ കൂടി ഈ കേസിൽ ഇൻവോൾവ് ആണെന്നാണ്. എന്താണ് അതിൻ്റെ വിശദാംശം? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. മുംബൈയിൽ നിന്ന് 2 പോലീസുകാർ പോയിട്ട്, പോലീസ് ഓഫീസർമാർ എന്ന് പറയാം, പോയിട്ട് ഇവരെ ബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കുക്കുമണി ജഹാംഗീർ ഷെയ്ഖ് എന്ന് പറഞ്ഞ സ്ത്രീയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം. നദിയിലെ ചാപ്ര, നദിയ ജില്ല പശ്ചിമ ബംഗാളിൽ, അവിടുത്തെ ചാപ്ര അവിടെ ജീവിക്കുന്ന സ്ത്രീയാണ് ഇവര്. അവര് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് മുംബൈയിൽ എത്തിക്കും. ഇവര് ഈ ജനുവരി 16-നാണല്ലോ ഈ സംഭവം നടന്നത്. ഈ പ്രതി മുഹമ്മദ് ഫരീദുൽ ഇസ്ലാം ഷഹസാദ് ഫക്കീർ, ഈ പ്രതി, ഇയാൾ നദിയയിൽ ഒരു സിം കാർഡ് ഉപയോഗിച്ചിരുന്നു ബംഗാളിൽ വന്നിട്ട്. ഇത് ആകെ കുഴഞ്ഞു പറഞ്ഞാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘാലയ അതിർത്തി വഴിയാണ് ഇയാൾ ഇന്ത്യയിൽ എത്തിയതെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പം മേഘാലയയും അവിടുത്തെ പുഴയൊക്കെ വിട്ടു, പുഴയൊക്കെ നീന്തി വന്നാണെന്നൊക്കെ പറഞ്ഞ ഭാഗമൊക്കെ വിട്ടു. ഇപ്പം നദിയിൽ ഉപയോഗിച്ച സിം കാർഡ് ഈ കുക്കുമണിയുടേതാണ്. അത് അങ്ങനെ തന്നെ നേരത്തെ ഇയാൾ സിം കാർഡ് വേറെ പേരിലെടുത്തിരുന്നു എന്നൊക്കെ ഉള്ളത് കണ്ടിരുന്നതാണ്. അപ്പോൾ സിം കാർഡ് ഈ സ്ത്രീയുടേതാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞായറാഴ്ചയാണ് 2 പോലീസുകാർ പശ്ചിമ ബംഗാളിൽ എത്തിയത്. സിലിഗുരിക്കടുത്ത അതിർത്തി വഴിയാണ് ഇയാൾ പ്രതി എത്തിയതെന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പം മേഘാലയ വിട്ടു. ഈ സ്ത്രീയുമായിട്ട്, ഈ സിലിഗുരിയുമായി അതിർത്തി കടന്നു വന്നിട്ടാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെടുന്നത്. അതിന് മുമ്പ് ബന്ധമുള്ളതായിട്ട് പോലീസ് പറയുന്നില്ല. പക്ഷെ പ്രശ്നം അപ്പോഴും ഉണ്ട്. ഇവര് മുർഷിദാബാദിലെ അന്തൂലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നുള്ളവരാണ് ശരിക്കും. പിന്നെ എങ്ങനെയാണ് ഇവര് നാദിയയിൽ ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അവർക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയോ എന്തെങ്കിലും ഉള്ളതായിട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതിലൊരു തിയറി ഉണ്ടല്ലോ, ഇത് രാജ്യാന്തര ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മറ്റേ CCTV ദൃശ്യം, അതിലുള്ള ആളും ഈ ആളും രണ്ടാണ്. അതെ, ഞങ്ങൾക്ക് ഇനി ഫേഷ്യൽ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് മറ്റേ ഞങ്ങളത് ചെയ്യാൻ പോവാണെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ, സെയ്ഫ് അലി ഖാൻ, കരീന, ഈ പിള്ളേരൊക്കെ ഇത് ഇയാൾ തന്നെയാണോ എന്നുള്ളത് തിരിച്ചറിയുകയൊക്കെ വേണം ഇനി. അപ്പോൾ ഇവര് മറ്റേ CCTV ദൃശ്യത്തിലാണെങ്കിൽ വേറെ ക്ലീൻ ഷേവ്ഡായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീവി ഒരാളാണല്ലോ CCTV ദൃശ്യത്തിൽ. ഇയാൾ ഇങ്ങനെയല്ലേ, ഈ മുടി പൊങ്ങി നിൽക്കുന്ന അയാൾ പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു എന്ന് അയാളുടെ ബാപ്പ പറഞ്ഞിട്ടുമുണ്ട്, അയാളുടെ ആ മുടിയുടെ കാര്യം. അപ്പം ഇതിൻ്റെ അകത്ത് വേറെ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബാന്ദ്ര കോടതിയിൽ റിമാൻഡ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിലാണ് പറഞ്ഞിരിക്കുന്നത്, ഈ പ്രോസിക്യൂട്ടർ കിഷോർ പാട്ടീൽ പറഞ്ഞു സംഭവത്തിൽ പുരോഗതിയുണ്ട്, തെളിവുകൾ പക്ഷെ ഇനിയും ഒരുപാട് കിട്ടാനുണ്ട്. ഇതിലിപ്പോൾ പരാതിക്കാരി സെയ്ഫ് അലി ഖാനല്ല, ഏലിയാമ്മയാണ്. ഏലിയാമ്മ ഫിലിപ്സ് ആണ് കംപ്ലൈനന്റ്, പരാതിക്കാരി. സംഭവത്തിൽ അവരുടെ വസ്ത്രം, പരിക്കേറ്റ ഈ സെയ്ഫ് അലി ഖാൻ്റെ വസ്ത്രം, പിന്നെ ഇതൊക്കെ ഗീത എന്ന് പറഞ്ഞിട്ടൊരു സഹായി വീട്ടിൻ്റെ അകത്തുണ്ട്, അവരുടെ വസ്ത്രം, ഇതൊക്കെ മറ്റേ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞു. രക്തസാമ്പിളുകൾ ഇവരുടെ അതും അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് കിട്ടിയ രക്തസാമ്പിളും ഇയാളുടെ രക്തസാമ്പിളും തമ്മിൽ യോജിക്കുന്നില്ല എന്ന് ഇന്നലെ ഒരു നാഷണൽ ചാനലിലെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും വീണ്ടും കോംപ്ലിക്കേഷനായി. ആ CCTVയിലുള്ള ആളല്ല ഒന്ന്, ഇയാളും അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നമായില്ല. രക്തസാമ്പിള് അവിടുന്ന് കിട്ടിയത് ഇയാളുടെ ദോഷ യോജിക്കുന്നില്ല എന്ന് ഇന്നലെ ചാനലിൽ പറയുന്നത് കേട്ടോ. അത് സത്യമാണെങ്കിൽ ആയുധം
കണ്ടെടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആയുധവും നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നീളമുള്ള കത്തിയാണ് അത്യാവശ്യം. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അത് 3 കഷ്ണമായിട്ടാണ് കിട്ടുന്നത്. അതെങ്ങനെ 3 കഷ്ണമായത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പൊ ശരിക്കും ആരാണ് കുത്തിയത്? പിന്നെ വലിയ കുത്തൊന്നും ഏറ്റിട്ടുമില്ലല്ലോ. പെട്ടെന്ന് പോരുകയൊക്കെ ചെയ്തു. ആശുപത്രിയിൽ ആക്കിയ ആള് ഇല്ലേ, ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കിയ ആള് ഇയാളുടെ സുഹൃത്താണ്. പലർക്കും ഹൃത്തിക് റോഷന്റെ ഒക്കെ ഈ വസ്ത്ര ബ്രാൻഡ് ഇതിലൊക്കെ പങ്കാളിയൊക്കെ ആയിട്ടുള്ള ആളാണ്. ഒരു എന്റർടൈൻമെന്റ് കമ്പനി നടത്തുന്നുണ്ട് അയാള്, ഏജന്റായിട്ട് ഈ സിനിമാ താരങ്ങളുടെ ഒക്കെ. അങ്ങനെ ഒരാളുടെ പേരാണ് സൈദി എന്ന് പറഞ്ഞ ആള്. സൈദിയുടെ പേരാണ് അവിടെ കൊണ്ടുപോയ ആളുടെ പേരായിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇയാളുടെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ തൈമൂറിന്റെ പേരല്ല സൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് 4/11 എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അയാൾ എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിയത്, ഈ സൈദി എന്ന് പറഞ്ഞ സുഹൃത്ത്? അപ്പൊ ആശുപത്രിയിൽ എത്തിയ ശേഷം വിളിച്ചതാണ് ഈ സൈഫിന്റെ കുടുംബം എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അയാൾ ഇപ്പൊ ദുബായിലാണെന്നും പറയുന്നുണ്ട്. ഈ സൈദി എന്ന് പറഞ്ഞ് ഈ ചെന്നപ്പോ ഞാൻ സമയമൊന്നും നോക്കിയില്ല എന്നും അയാൾ പറയുന്നുണ്ട്. അപ്പൊ എത്ര മണിയായിരുന്നു എന്നൊക്കെ ഉള്ളത്. 2:15 നടന്ന സംഭവത്തിന് ശേഷം 4:11 അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആശുപത്രിയിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോ അവിടുത്തെ പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, മുംബൈയിൽ ഒരു അസോസിയേഷൻ, 10-25,000 പേരുള്ള ഒരു അസോസിയേഷൻ ഡോക്ടർമാരുടെ. അവരൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ ഇയാളുടെ മെഡിക്ലെയിം അത് അപ്പം തന്നെ ശരിയാക്കി കൊടുത്തു എന്ന്. സാധാരണ ഇപ്പൊ സിനിജിയോ ഞാനോ ഒക്കെ ആണെങ്കിൽ ഇത് പിന്നെയും വൈകും. പ്രോസസ്സിംഗ് ഒക്കെ ഒരുപാട് സമയം എടുക്കില്ല. അപ്പൊ VVIP സെലിബ്രിറ്റികളോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സംഭവം നടക്കും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർമാരുടെ സംഘടന ചോദിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ. ഈ ആശുപത്രിയുടെ ഭരണത്തിൽ ഇപ്പൊ പരംബീർ സിംഗ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ പോലീസുകാരൻ, സിറ്റി പോലീസ് കമ്മീഷണർ ഒക്കെ ആയിരുന്നു, അർണബ് ഗോസ്വാമിയൊക്കെ പിടിച്ച് ജയിലിലൊക്കെ ഇട്ടില്ല. അയാളിപ്പോ അതിന്റെ ഭരണത്തിലുണ്ടെന്നാണ് പറയുന്നത്. അയാൾ സെയ്ഫ് അലി ഖാന്റെ ഫ്രണ്ടുമാണ്. അത് തന്നെ സംഭവം. അപ്പൊ ഇവര് തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പൊ അതായിരിക്കും പെട്ടെന്ന് ആ ആശുപത്രി തന്നെ പോയതും ഒക്കെ കണക്റ്റഡ് ആയിരുന്നില്ലേ. അപ്പൊ ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെയോ ദുരൂഹതകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെ, അതാണ് ഈ 5 മുറിവുകളെ ഉള്ളൂ ഞാൻ അത് കണ്ടു, ഇയാള് പൂരിപ്പിച്ചത്. പക്ഷെ ആദ്യം കേട്ടത് നമുക്ക് ആ നട്ടലിന് വരെ കുത്തേറ്റു, അവിടുന്ന് ലിക്വിഡ് സ്പൈനൽ ഫ്ലൂയിഡ് പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ നടന്നു പോവുകയും ചെയ്തു. സ്പൈനൽ ഫ്ലൂയിഡ് ഉടനെ അടച്ചു എന്നൊക്കെ ആ കടലാസിൽ ആശുപത്രിക്കാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ദുരൂഹത ഉണ്ടല്ലോ സാറേ, ഈ പറയുന്ന ഈ ഇൻഷുറൻസ് തുക, അപ്പം ഇതൊക്കെ പ്രീ പ്ലാൻഡ് അല്ലേ? 25 ലക്ഷം രൂപയോ മറ്റോ ആണ് ഇത്ര പെട്ടെന്ന് 3 ദിവസം കൊണ്ട് പൈസ കിട്ടുന്നു. ഇയാള് കയ്യിൽ നിന്ന് 5 പൈസ എടുത്തിട്ടല്ല ആശുപത്രിയിൽ അടച്ചത്. അതാണ് ഈ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. 25 ലക്ഷം രൂപ കയ്യിൽ നിന്ന് 5 പൈസ ഇല്ലാതെ മെഡിക്ലെയിം ശരിയാക്കി അപ്പൊ തന്നെ അടച്ചിട്ട് കൂളായിട്ട് ഇയാൾ പോയി. അപ്പൊ ഒരു പൈസ ഇയാൾക്ക് ചെലവില്ല. ഒരു നാടകം കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തു. ആശുപത്രിക്ക് നല്ല പൈസയും കിട്ടി. ആശുപത്രിയുടെ പേരുമായി അല്ലേ, നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ ഈ ആശുപത്രി. അപ്പൊ ഈ സെയ്ഫ് അലി ഖാന്റെ ലക്ഷ്യം എന്തായിരിക്കും യഥാർത്ഥത്തിൽ? അതെ, ഇപ്പൊ കൊത്തിയത് ആരാണ്? സെയ്ഫ് അലി ഖാൻ. സെയ്ഫ് അലി ഖാൻ തന്നെയാണോ എന്നുള്ള ചോദ്യമൊക്കെ ആളുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ചാനലിന്റെ ഒരു ചർച്ചയിൽ ഒരു ഫോറൻസിക് എക്സ്പെർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ കത്തിയുടെ ചിത്രം കണ്ടിട്ടേ, 3ആയ കത്തിയുടെ പിടിയൊക്കെ ഉള്ള ഭാഗം കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വൂണ്ട് ആണ് എന്ന് പറഞ്ഞു. ഹാൻസോ ബ്ലേഡ് ബ്ലേഡൊന്നുമല്ല, കത്തിയാണ്. അപ്പോൾ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വൂണ്ടാന്ന് പറഞ്ഞാൽ സെയ്ഫ് അലി ഖാൻ തന്നെ ഉണ്ടാക്കിയ മുറിവുകളാണെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഇരിപ്പുണ്ട് അല്ലേ? അതും കൂടി ഉണ്ട്. ആ തിയറിയാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. അത് വേറൊരാൾ പറഞ്ഞിട്ട് വേണമല്ലോ. ആശുപത്രിയൊക്കെ ആയിട്ട് എന്തോ കൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഡോക്ടർമാർ തന്നെ പറയുന്നത്. നമ്മളായിട്ട് പറയണ്ടല്ലോ, അവര് പറഞ്ഞോളുമല്ലോ. അതെ അതെ. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആയുധം എടുത്തു, ഷെരീഫുലിന്റെ വസ്ത്രം എടുത്തു, അയാളുടെ മൊബൈൽ ഫോൺ, സിമ്മ്, സ്കാർഫ്, അയാളുടെ ബാഗ്, ഇതൊക്കെ എടുത്തിട്ട് മറ്റേ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഇയാളുടെ ഷൂ ഇനി കണ്ടെടുക്കാനുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഷൂവിൽ വലിയ തെളിവുണ്ടായിരിക്കും അല്ലേ? ഷൂ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു.
ആയത് എവിടുന്നാണ് മേടിച്ചതെന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഇത് പ്രോസിക്യൂട്ടർ പറയാണ് ഇയാൾ വേണ്ടത്ര സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മോട്ടീവ് എന്താണെന്ന് അറിയില്ല. കോടതിയിൽ പ്രോസിക്യൂട്ടർ പറയുക എന്തിനാണ് ഇയാൾ ചെയ്തതെന്ന് അറിയില്ല. CCTV ഫുട്ടേജ് പലതും എടുക്കാനുണ്ട്. അപ്പോൾ വേറൊരു പ്രോസിക്യൂട്ടർ പ്രസാദ് ജോഷി എന്ന് പറഞ്ഞൊരു പ്രോസിക്യൂട്ടറും ഉണ്ട്, ഹാജരായി. അങ്ങേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെസ്റ്റ് നടത്തണം. ഇയാൾ തന്നെയാണോ തിരിച്ചറിയണം അല്ലേ? ഇയാൾ തന്നെയാണോ ഈ വീട്ടിൽ എത്തിയെന്ന് ഉറപ്പില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ രണ്ടുപേരാണെന്ന് വ്യക്തമാകുന്നു. ഇയാളാണോ വീട്ടിലെത്തിയതെന്ന് പോലീസിന് ഉറപ്പില്ലാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെസ്റ്റ് നടത്തണമെന്ന ഇവരെയൊക്കെ വിളിച്ച് അല്ലേ കൊണ്ടുവന്ന് ഇയാൾ തന്നെയാണോ കയറിയത്. അപ്പോൾ ഇയാളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ശരിക്കും വിട്ടില്ലായി. ആ അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മൊബൈൽ എവിടുന്ന് കിട്ടി, സിം എവിടുന്ന് കിട്ടി, വ്യാജ ആധാർ ഒരെണ്ണം ഉണ്ട് ഇയാൾക്ക്, അത് എവിടുന്ന് കിട്ടി, അതിൽ വിജയ്ദാസ് എന്നുള്ള പേരാ, അതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ. ഇപ്പോൾ സഹായിയെ പറ്റി ഒന്നും പറയുന്നില്ല. അതിർത്തി ആരാണ് ഇയാളെ കടത്തി വിട്ടത് എന്ന് പറയുന്നില്ല. സ്പോട്ടിൽ ഇയാളെ കൊണ്ടുപോകാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ പ്രതിഭാഗം വക്കീൽ സന്ദീപ് ഷെർഖാനെ പറഞ്ഞു ഖാൻ്റെ വീട്ടിലുള്ളവരുടെ പെരുമാറ്റമൊക്കെ, സൈഫ് അലി ഖാൻ്റെ വീട്ടിലുള്ളവരുടെ പെരുമാറ്റം മൊത്തത്തിൽ സംശയകരമാണ്. പോലീസിനെ വിളിച്ചില്ല. ആർക്ക് വേണമെങ്കിലും 100-ൽ വിളിക്കാമല്ലോ. അത് ഇവർക്കറിയാത്തതല്ലല്ലോ. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പോലീസിനെ അറിയിച്ചതൊക്കെ വളരെ വൈകിയാണ്. FIR ഇട്ടത് രാവിലെ 8:30. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ സെക്യൂരിറ്റിയെയും അറിയിച്ചില്ല. നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയതുമില്ല. വൈകിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ബംഗ്ലാദേശി ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് കുടുക്കിയതാണ് എന്ന് പ്രതിയുടെ വക്കീല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളിത് കഴിഞ്ഞ് ബാപ്പയ്ക്ക് 7,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസം ഭക്ഷണം കഴിക്കാനുള്ളതുകൊണ്ട് കയ്യിൽ 3,000 രൂപയുണ്ട്. ബാപ്പ അത് അയക്കാൻ പറ്റില്ല എന്നും ബാപ്പയോട് പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ അമീൻ ഷക്കീർ എന്നാണ് ബാപ്പയുടെ പേര്. ചെണ കമ്പനിയിലെ ക്ലർക്കാണ് ബാപ്പ. അപ്പോൾ ഇയാൾ ചെയ്തതാണെന്ന് ബാപ്പയും വിശ്വസിക്കുന്നില്ല. മറ്റേ BPN മറ്റേ പാർട്ടിയില്ലേ ബംഗ്ലാദേശ് BNP നാഷണൽ പാർട്ടിയിൽ അംഗമാണ് അങ്ങേര്. അപ്പോൾ ഇങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഈ പിടിച്ച ആളാണെന്ന് ഉറപ്പില്ല. പക്ഷെ പിടിച്ച ആൾക്ക് അത് ശരിയായിരിക്കും. ബംഗ്ലാദേശികൾ വരുമ്പോൾ അവർക്ക് കൃത്രിമ രേഖകളൊക്കെ മറ്റേ ബംഗാളിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ഇടയ്ക്ക് ഏലിയാമോയാണ് ഈ സൈഫ് അലി ഖാനെ കുത്തിയെന്ന് പറയുമോ? അത് അവരെയൊക്കെ ചോദ്യം ചെയ്തതായിട്ടൊന്നും ഇപ്പൊ വിവരമൊന്നുമില്ല ഇതുവരെ. ഒരു പറഞ്ഞൊരു കഥ എല്ലാവരും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റേ കരീനയാണെങ്കിൽ ഇപ്പോൾ രംഗത്തൊന്നും ഇല്ല താനും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എനിമി പ്രോപ്പർട്ടി പ്രശ്നത്തിലും പെട്ടുകിടക്കുകയാണ്. മൊത്തം ചക്ക കുഴയുന്ന കുഴയുന്നു പറയില്ലേ, ആകെ കുഴഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.